എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, അറിയാതെ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു പോയി, അപ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. അറിയാതെ ക്ലിക്ക് ചെയ്തതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. 1-2 ഓപ്ഷൻസ് കൊടുക്കാതെ ഒരു 5-10 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിർദ്ദേശം കാണാം. അതായത് നിങ്ങൾ കൺഫേം ചെയ്താൽ മാത്രമാണ് നിങ്ങൾ നൽകിയ ചേഞ്ചസ് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ലിങ്ക് കാണുന്നതായിരിക്കില്ല. അതിന് പകരം നിങ്ങൾക്ക് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് മാത്രമേ പിന്നീട് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ എഡിറ്റിങ്ങുകളും ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറ്റും. പക്ഷേങ്കിൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് എത്ര പ്രാവശ്യമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം 4 മണിക്കകം തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള തെറ്റുകളൊക്കെ തിരുത്തി അപേക്ഷ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ട്, അതായത് എ ഗ്രേഡിൽ നിന്ന് A+ഓ B+ൽ നിന്ന് എ ഗ്രേഡോ A+ഓ ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡ് മാറ്റം നിങ്ങൾക്ക് അതിൽ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നൽകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഓപ്ഷൻസ് നിങ്ങൾക്ക് നൽകിയത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് നൽകുന്നതിനോ വിദ്യാർത്ഥികൾ കൂടുതൽ ഓപ്ഷൻ നൽകാനോ ശ്രദ്ധിക്കുക. അതുപോലെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇഷ്ടമില്ലാത്ത സ്കൂളോ അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള സ്കൂളുകളോ നൽകരുത്. കാരണം ദൂരെയുള്ള സ്കൂളുകളാണെങ്കിൽ പല വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ദൂരെയുള്ള സ്കൂളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാനായിട്ട് പോകും എന്നുള്ള സ്കൂളും കോഴ്സുമായിരിക്കണം ആദ്യ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടത്. സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി സയൻസ് ആണ് നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് 4 മണി വരെ, അതായത് 5 മണിക്ക് മുൻപായിട്ട് ചെയ്യണം. അപ്പോൾ 5 മണി ആ ഒരു സമയത്തേക്ക് ഈ ഒരു ലിങ്കുകളൊക്കെ, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ അടക്കം നിങ്ങൾക്ക് ലിങ്കുകളൊക്കെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് വൈകിട്ട് 4 മണിക്കകം തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഒരു തവണ നിങ്ങൾ അപേക്ഷ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ കാരണവശാലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.